പരിഹാരങ്ങൾ കാണേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? ഇന്ന് പൊതുവെ സ്ത്രീകൾ എന്തോ ഒരു അസ്വസ്ഥത അവരെ ബാധിച്ചിരിക്കുകയാണ്. അതിന് പ്രധാനമായ കാരണം ഈ സോഷ്യൽ മീഡിയ, ഈ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, അതേപോലെ തന്നെ ടിക്ടോക്ക്, ഇതൊക്കെ കാണുന്ന സ്ത്രീകൾ, കാര്യമായ പണിയൊന്നുമില്ലാത്ത ചില സ്ത്രീകൾ ഇതിങ്ങനെ കാണുമ്പോൾ അവർക്കിങ്ങനെ തോന്നുകയാണ്, എന്ത്, ഇതിപ്പോ ഞാനിങ്ങനെ വീട്ടിലിരുന്നാൽ ശരിയാവില്ല, എനിക്കും എന്തെങ്കിലും ഒരു പരിപാടി വേണം. കണ്ടോ അവൾക്ക് യൂട്യൂബ് ചാനലുണ്ട്, മറ്റവള് അവിടെ യാത്ര പോകുന്നു, ഇന്ന പെണ്ണ് ഇത് ചെയ്യുന്നു, മറ്റുള്ള അതിന്റെ കച്ചവടം ചെയ്യുന്നു, ഇവൾ ഇതിന്റെ പരസ്യം കൊടുക്കുന്നു, ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുക. അതുകൊണ്ട് ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വളരെ നിലവാരം കുറഞ്ഞ പണിയാണ് എന്ന ഒരു ചിന്താഗതി ആരൊക്കെയോ നമ്മുടെ സ്ത്രീകളുടെ മനസ്സുകളിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ പരിപാടി, ഹൗസ് വൈഫ് എന്ന് പറയാനൊരു കുറവാണ്. അപ്പൊ പലരും അത് പേര് മാറ്റിയിട്ട് വേറെന്തൊക്കെ ആക്കാനുള്ള പരിപാടിയിലാണ്. ഹോം മേക്കർ, അതേപോലെ തന്നെ വേറെ കുറെ പേരുകളൊക്കെ നൽകി അത് എന്തോ ഒരു അസ്വസ്ഥതയിലാണ് നമ്മുടെ സ്ത്രീകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിന് കാരണം പറയുന്നത് എന്താണെന്നറിയോ? വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങൾ വരും. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ വേണം, ഒരു ജോലി വേണം, എല്ലാ കാര്യത്തിനും ഞാനിപ്പോ ഇങ്ങനെ ഭർത്താവിന്റെ മുമ്പിൽ കൈ നീട്ടണ്ടേ എന്ന നിലക്കുള്ള ഒരു വർത്തമാനമാണ് പലപ്പോഴും ചിലരിൽ നിന്നൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. എന്ത് വർത്തമാനമാണ് ആ പറയുന്നതെന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എല്ലാറ്റിനും നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടണ്ടേ, നിങ്ങളോട് ചോദിക്കണ്ടേ എന്നാ പറയുന്നത്. ശരിക്ക് ആ വർത്തമാനം എത്രമാത്രം നന്ദികേടാണ്. പിന്നെ എന്തിനാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഭർത്താക്കന്മാര് ഗൾഫിൽ പോയത്? നമ്മുടെ ഭർത്താക്കന്മാര് ജോലിക്ക് പോയത് എന്തിനാണ്? നമ്മളെ വീട് പോറ്റാൻ വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന വാപ്പയുടെ റോൾ എന്താണ്? വാപ്പ എന്തിനാണ് ത്യാഗം സഹിച്ചത്? ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൗവനകാലം മണലാരണ്യത്തിൽ കഴിച്ചു തീർത്തത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയായിരുന്നു? അവിടെ 10-16 മണിക്കൂർ, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള മണലാരണ്യങ്ങളിൽ 10-16 മണിക്കൂർ ജോലി ചെയ്തിട്ട് ജീവിതത്തിൽ ഒന്നും ആസ്വദിക്കാതെ 3-4-5 പേരുകൾ താമസിക്കുന്ന റൂമുകളിൽ ആവശ്യത്തിന് സമാധാനപൂർവ്വം ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും അവസരമില്ലാതെ അവിടെ യൗവനം തീർത്ത് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയും വലിയ വലിയ വീടുകൾ ഉണ്ടാക്കി തരികയും അവിടെ AC-യും സർവ്വ സൗകര്യങ്ങളും സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്ത് ഈ മനുഷ്യൻ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെട്ട് ജീവിതത്തെ ഈ നിലയ്ക്ക് ത്യാഗപൂർണമായി നിങ്ങൾക്ക് വേണ്ടി കഴിച്ചുകൂട്ടിയെങ്കിൽ പിന്നെ അതിന്റെ പ്രസക്തി എന്താണ് നമ്മുടെ സമുദായം ആളുകൾ ചിന്തിക്കാതെ പോകുന്നത്? ഇല്ലേ? ഉപ്പമാര്, അതല്ലെങ്കിൽ ഭർത്താക്കന്മാര് അവരുടെ വേദനകൾ ആരോടും പറയാറില്ല, അവരുടെ പ്രയാസങ്ങൾ ആരോടും